സുഹൃത്തുക്കളെ, നമുക്ക് കുമാരനല്ലൂർ ഭഗവതിയുടെ കഥ കുറച്ച് മനസ്സിലാക്കിയാലോ? അത് തിരുവിതാംകൂർ സംസ്ഥാനത്തുള്ള ഊരാൺമ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഏറ്റുമാനൂർ താലൂക്കിലുള്ളതും സുപ്രസിദ്ധവുമായ കുമാരനല്ലൂർ ക്ഷേത്രത്തെ പറ്റി അധികം ആളും കേട്ടിട്ടുണ്ടാവും. അതൊരു പാട്ടന്നില്ലേ? ഒക്കെ അത് കേൾക്കാതെ ഒരു കേരളത്തിൽ അധികം ഉണ്ടായിരിക്കുന്നു തോന്നുന്നില്ല എന്നാ പറയുന്നത്. അവിടുത്തെ ദേവിയെ കുറിച്ചുള്ളൊരു ശ്ലോകം: ശംഖുണ്ടിടത്തു വലമേയൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പു ചിലമുത്തുപടം കഴുത്തിൽ, ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാരനല്ലൂർ കാത്യായനീ, ശരണമെന്നിത കൈതൊഴുന്നേൻ. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും പ്രസിദ്ധിയില്ലതായിരുന്നു അത്. അതുകൊണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നു. വലിയൊരു ഗുണമൊന്നും പറയാനില്ലാത്തൊരു ശ്ലോകം. എങ്കിലും ആ ഭഗവതി ഓടിക്കിട്ട് വന്ന് കുടികൊണ്ടതാണ്. അതെങ്ങനെ ഏത് പ്രകാരം എന്നറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അധികം ഉണ്ടായിരിക്കൂല. ഈ ഓടി വന്നു എന്ന് പറയുന്നതിനൊരു അർത്ഥം വേണ്ടേ? അത് നമുക്ക് നോക്കാം. ആ സംഗതിയെ പറ്റി ചുരുക്കത്തിൽ പറഞ്ഞുകൊള്ളുന്നു. മധുര മീനാക്ഷി എന്ന് കേൾവിപ്പെട്ട ദേവിയുടെ ക്ഷേത്രം പണ്ട് പാണ്ഡുരാജാക്കന്മാരുടെ വകയായിരുന്നല്ലോ. നമുക്കതറിയാം. പാണ്ഡുരാജാക്കന്മാരുടെ രാജധാനി മധുരയിലായിരുന്നതിനാൽ അവർ ആ ദേവിയെ അവരുടെ പരദേവതയായിട്ടാണ് വിചാരിക്കുകയും ആചരിക്കുകയും ചെയ്തു വന്നിരുന്നത്. ഒരിക്കൽ ആ ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്നതും എന്നാൽ വളരെ 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 വിലയുള്ളതുമായ രത്നം പതിച്ചതുമായ മൂക്കുത്തി എങ്ങനെയോ പോയി. ആരുടെ? മധുര മീനാക്ഷിയുടെ കാര്യം ഇപ്പൊ പറയുന്നത്. ശാന്തിക്കാരൻ നിർമാല്യം വാരി പുറത്തിട്ടതിന്റെ കൂടെയോ അതിന് അഭിഷേകം മറ്റും കഴിച്ച സമയം ഓർക്കാതെ ശാന്തിക്കാരന്റെ കൈമുട്ടി തെറിച്ചൊന്നും അറിയില്ല. മൂക്കുത്തി പോയി എന്ന് കേട്ട് പാണ്ഡ്യരാജാവ് പല വിധത്തിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒരു തുമ്പില്ല. തുമ്പ് കിട്ടണ്ടേ? ബിംബത്തിന്മേൽ ചാർത്തിയിരുന്ന സാധനം ശാന്തിക്കാരനറിയാതെ പോകില്ലെന്ന് മാത്രം തിരുമേനിക്കറിയാം. അത് തിരുമേനി തീർച്ചപ്പെടുത്തി. ശ്രീകോവിലിനകത്ത് ശാന്തിക്കാരനല്ലാതെ മറ്റാരും കയറുക പതിവില്ലാത്ത സ്ഥിതിക്ക് രാജാവിന്റെ വിചാരം അന്യായമായി പോയെന്ന് പറയാനുമില്ലല്ലോ. എങ്കിലും ശുദ്ധാത്മാവും ദേവിയെ കുറിച്ച് വളരെ ഭക്തിയുള്ള ആളുമായിരുന്നു കേട്ടോ ആ ശാന്തിക്കാരൻ. അദ്ദേഹത്തിന് ഈ മൂക്കുത്തി പോയത് ഏത് പ്രകാരമാണെന്ന് വാസ്തവത്തിൽ യാതൊരു അറിവുണ്ടായിരുന്നില്ല. പാവം. ദേവിക്ക് പതിവായി ചാർത്തി വന്ന ഈ ആഭരണം പോയത് നിമിത്തം അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി. എങ്കിലും അതൊക്കെ ആരറിയുന്നു? ഉഗ്രശാസനായ പാണ്ഡ്യരാജാവ് ശാന്തിക്കാരനെ വിളിപ്പിച്ച് വരുത്തി ചോദ്യം തുടങ്ങി. പല വിധത്തിൽ തിരിച്ചും ചോദിച്ചിട്ട് മൂക്കുത്തി പോയത് ഏത് പ്രകാരമാണെന്ന് അറിഞ്ഞുകൂടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഒടുക്കം രാജാവ് 40 ദിവസത്തിനകം ആ മൂക്കുത്തി ശാന്തിക്കാരൻ എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ച് ഹാജരാക്കണമെന്നും, അല്ലാത്ത പക്ഷം ശാന്തിക്കാരന്റെ ശിരച്ഛേദം, അതാണ് രാജകൽപ്പനയല്ലേ, പിന്നെ കൊല്ലുന്നു ആ ശാന്തിക്കാരനെ. ഇത് കേട്ട ശാന്തിക്കാരൻ ഒന്നും മറുപടി പറഞ്ഞില്ല. വ്യസനത്തോടുകൂടി രാജസന്നിധിയിൽ നിന്ന് പോവുകയും ചെയ്തു. ആ ബ്രാഹ്മണോത്തമൻ പല വിധത്തിൽ അന്വേഷിച്ചു നോക്കിയിട്ടും മൂക്കുത്തി കണ്ടു കിട്ടിയില്ല. അങ്ങനെ 39 ദിവസമായി. 39ാം ദിവസം രാത്രിയിൽ പിറ്റേ ദിവസം തന്റെ തല പോകുമല്ലോ എന്ന് വിചാരിച്ച് സങ്കടത്തോടെ അദ്ദേഹം കിടന്നു. ഉറക്കു വരുവോ? കണ്ണടച്ച സമയം ആരോ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അങ്ങനെ ഇവിടെ താമസിച്ചാൽ ആപത്തുണ്ടാവും കേട്ടോ. ഇതാ കാവൽക്കാരെല്ലാം നല്ല ഉറക്കമായിരിക്കുന്നു. ഈ തരത്തിന് പുറത്തിറങ്ങി ഓടിക്കൊള്ളൂ, എന്നാൽ വല്ല ദിക്കിലും ചെന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഇതാരാണ് ഇങ്ങനെ പറഞ്ഞത്? എന്തോ എനിക്ക് മനോരാജ്യം കൊണ്ട് വെറുതെ തോന്നിയതായിരിക്കുന്നു വിചാരിച്ച് അദ്ദേഹം പിന്നെയും കണ്ണടച്ചു. അപ്പോൾ പിന്നെയും കണ്ണു തുറന്ന് ആരെയും കണ്ടില്ല. അദ്ദേഹം കണ്ണടച്ചപ്പോൾ മൂന്നാമത് മേൽപ്രകാരം പറഞ്ഞു: ഏതായാലും ഈ ഗുണദോഷ വാക്കിനെ നിരസിക്കുന്നത് നന്നല്ല. ദേവി അരുളിച്ചത് തന്നെ ആയിരിക്കും, അതിനാൽ വേഗത്തിൽ പോവുക തന്നെ വിചാരിച്ച് നിശ്ചയിച്ചു. അങ്ങനെ വിചാരിച്ച അദ്ദേഹം അവിടെ നിന്ന് എണീറ്റു ക്ഷണത്തിൽ പുറത്തിറങ്ങി ഓടിത്തുടങ്ങി. ദേവി തന്നെ ആയിരിക്കൂലേ കാവക്കാരെല്ലാം ഉറക്കിയിട്ടുണ്ടാവല്ലേ. അപ്പോൾ സർവാംഗ സുന്ദരിയുടെ ദിവ്യ സ്ത്രീ, വളരെ കാലം എന്നെ സേവിച്ചു കൊണ്ടിരുന്ന അങ്ങ് പോവുകയാണെങ്കിൽ ഞാനും പോരുകയാണ് അതാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിയെത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മുൻപിൽ കടന്നോടി തുടങ്ങി. അത് വലിയ കൂരിട്ടുള്ള കാലമായിരുന്നു. എങ്കിലും ആ സ്ത്രീയുടെ ശരീരശോഭയും ആഭരണങ്ങളുടെ പ്രകാശവും നിമിത്തം ആ ബ്രാഹ്മണന് നല്ല ടോർച്ചടിച്ചു കൊടുക്കുന്നതൊക്കെയായി. അങ്ങനെ രണ്ടുപേരും കൂടി 4-5 നാഴിക ദൂരം വരെ ഓടി.
സ്ത്രീ പെട്ടെന്ന് മറിഞ്ഞു കളഞ്ഞു. അയ്യോ! അപ്പോൾ വഴിയും ദിക്കുമെല്ലാം അന്ധകാരമയമായി. കണ്ണ് തീരെ കാണാൻ പാടില്ലാതെ ആയതിനാൽ ബ്രാഹ്മണൻ ഓടാനെന്നല്ല നടക്കാൻ പോലും നിവൃത്തിയില്ലാതെ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഭയമുണ്ടായി, പേടിയുണ്ടായി, സങ്കടവും ഉണ്ടായി. എങ്കിൽ തപ്പി പിന്നെയും കുറേശ്ശെ നടന്നു തുടങ്ങി. ക്ഷീണം കൊണ്ട് നടക്കാനും അദ്ദേഹത്തിന് പ്രയാസമായി തീർന്നു. രാജാവിന്റെ ആളുകൾ പിന്നാലെ ഓടിയെത്തി പിടിച്ചെങ്കിലും എന്നുള്ള ഭയവും അദ്ദേഹത്തിന് ഇല്ലായികയില്ല. എങ്കിലും ക്ഷീണം നിമിത്തം നല്ല ദിക്കിലും കുറച്ചിരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ നിവൃത്തിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഇടിമിന്നലിന്റെ പ്രകാശം കൊണ്ട് അദ്ദേഹം ആ വഴിക്ക് സമീപത്തായി ഉണ്ടായിരുന്ന വഴിയമ്പലം കണ്ടു. തടഞ്ഞ് അദ്ദേഹം അവിടെ ചെന്ന് കയറി. രണ്ടാമുണ്ട് വിരിച്ചു കടന്നു. മറന്ന് ഉറക്കി തന്നെ. ഉറക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും ചിന്തിക്കൂല. മനസ്സിൽ വളരെ ഭയവും വിചാരങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ക്ഷീണം കൊണ്ടോ എന്തോ കടന്നവിടുന്ന് അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു. അക്കാലത്ത് കേരള രാജ്യം അടച്ചു വാണിരുന്ന ചേരമാൻ പെരുമാള് ഒരു ഭഗവതിയെ പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ച് വൈക്കത്ത് ഉദയാനപുരത്തും ഒരു സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുമാരനെല്ലൂർ എന്ന സ്ഥലത്തും ഒരു അമ്പലം പണി കഴിച്ചു. പ്രതിഷ്ഠക്ക് മുഹൂർത്തവും നിശ്ചയിച്ച് അതിലേക്ക് വേണ്ടുന്നെല്ലാം വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഴിയമ്പലത്തിൽ കിടന്നുറങ്ങിയ ബ്രാഹ്മണൻ പിറ്റേ ദിവസം കാലത്തുണർന്നു കണ്ണു തുറന്നു നോക്കിയ സമയത്ത് എന്താ കണ്ടത്? കുമാരസ്വാമിയെ പ്രതിഷ്ഠിക്കാനായി ചേരമാൻ പെരുമാൾ പണിയിച്ച അമ്പലത്തിലായിരുന്നു അദ്ദേഹം കിടന്നത് എന്ന് തോന്നി. ഇതെന്തൊരത്ഭുതം എന്ന് വിചാരിച്ച് അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ അവിടേതാ ശ്രീകോവിലിനകത്ത് പീഠത്തിന്മേൽ സർവാംഗ സുന്ദരിയായ ഒരു ദിവ്യസ്ത്രീ ആ ബ്രാഹ്മണന് മുമ്പിൽ കടന്നു ഓടിയില്ല. ആ ദേവി തന്നെ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. സാക്ഷാൽ മധുര മീനാക്ഷി ആയിരുന്നു എന്നുള്ളത് വിശേഷിച്ച് പറയണ്ടല്ലോ. ആ ബ്രാഹ്മണൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കണ്ടവരോടെല്ലാം ഈ ക്ഷേത്രത്തിൽ മധുര മീനാക്ഷി കുടികൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടവരെല്ലാം അമ്പലത്തിൽ ചെന്ന് നോക്കി ഒന്നും കണ്ടില്ല. എവിടെ ഇരിക്കുന്നു എന്ന് അവർ ചോദിച്ചു. ബ്രാഹ്മണിത ഈ ശ്രീകോവിലിനകത്ത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ദേവി ആ ബ്രാഹ്മണനെ പ്രത്യക്ഷമായി കാണാമായിരുന്നെങ്കിലും മറ്റാർക്കും കാണാൻ പാടില്ലായിരുന്നതിനാൽ ആ ജനങ്ങൾ ഇദ്ദേഹം ഒരു ഭ്രാന്തനാണ്, അസംബന്ധം പറയുകയാണെന്നും മറ്റും പറഞ്ഞ് പരിഹസിച്ചു. ഈ വർത്തമാനം കർണാകർണികയായ ചേരമാൻ പെരുമാളും കേട്ട് അവിടെ ചെന്ന് നോക്കി. രാജാവിനൊന്നും കണ്ടില്ല. ദേവിയുടെ തമാശ കുറവ്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ബ്രാഹ്മണനോട് പറഞ്ഞു. ബ്രാഹ്മണൻ എന്നാൽ എന്നെ തൊട്ട് കൊണ്ട് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ ചേരമാൻ പെരുമാൾ ആ ബ്രാഹ്മണനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ ദേവി അതാ ശ്രീകോവിലിനകത്ത് പീഠത്തിന്മേൽ ഇരിക്കുന്നത് പ്രത്യക്ഷമായി രാജാവ് കണ്ടു. തമ്പുരാൻ പിന്നെ പെരുമാൾ ഇങ്ങനെ വരുവാനുള്ള കാരണം എന്താണെന്ന് ആ ബ്രാഹ്മണനോട് ചോദിക്കുകയും ചെയ്തു. ഉണ്ടായ സംഗതികളെല്ലാം ഒന്നാമത് ഈ ബ്രാഹ്മണന്മാർ കളവ് പറയില്ല. പണ്ടത്തെ ധരിച്ചു പറഞ്ഞു ചേരമാൻ പെരുമാളെ മനസ്സിലാക്കി കൊടുത്തു. സംഗതികളെല്ലാം കേട്ടപ്പോൾ ചേരമാൻ പെരുമാൾക്ക് വിശ്വാസവും വിസ്മയവും ഉണ്ടായി. എങ്കിലും സ്വല്പം കുറച്ചൊരു ദേഷ്യവും ഇച്ഛാപങ്കലും കൂടി ഉണ്ടായി. ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കാനായല്ലേ ഈ സ്ഥലം ഉണ്ടാക്കിയത്. അതിനിടയാകാതിരിക്കത്തക്കവണ്ണം മുൻകൂട്ടി കടന്നിരുന്ന് കളയാമെന്ന് വിചാരിച്ച ഈ തൻ്റെ കാര്യത്തിക്ക് ഇവിടെ ഞാൻ യാതൊന്നും കൊടുക്കുകയില്ല. എൻ്റെ അമ്മേ, അത്ര ഊറ്റമുണ്ടെങ്കിൽ വേണ്ടതൊക്കെ സ്വയമേ ഉണ്ടാക്കി കൊള്ളട്ടെ എന്ന് ഞാൻ വിചാരിച്ച മുഹൂർത്തത്തിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കും. അത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ച സ്ഥലത്തായി കളയാ. ഞാനിപ്പോൾ തന്നെ വൈക്കത്തിന് യാത്രയായി, ഇവളിവിടെ ഇരിക്കട്ടെ ഇവള് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ചേരമാൻ പെരുമാൾ പോയില്ലേപ്പാ. പോയിന്റെ ശേഷം ഒരു 5-8 നാഴിക വടക്കായപ്പോൾ ആ പ്രദേശമെല്ലാം അകസ്മാൽ അതികഠിനമായിട്ടുള്ള മഞ്ഞ് വന്ന് നിറഞ്ഞു. അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന കണ്ണു തീരെ കാണാൻ പാടില്ലാതെ, വഴി തിരിച്ചറിയാൻ പാടില്ലാതെ എല്ലാവരും വല്ലാതെ കുഴങ്ങി വശായി. അപ്പോൾ ചേരമാൻ പെരുമാളുടെ ഒരു സേവകൻ പറഞ്ഞു, നമുക്കിപ്പോൾ ഈ ആപത്ത് നേരിട്ടത് ആ ദേവിയുടെ മായാവൈഭവം കൊണ്ട് തന്നെ ആയിരിക്കണം പ്രഭു, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ വരാനിടയില്ലല്ലോ. ആ ദേവിയുടെ മാഹാത്മ്യം ഒട്ടും ചില്ലറയല്ല, അങ്ങ് വിചാരിക്കുന്ന നമുക്കൊന്നല്ല ആ ദേവി. അങ്ങനെ പറഞ്ഞു. അതിനാൽ നമുക്ക് മടങ്ങിപ്പോയി അവിടേക്ക് വേണ്ടതെല്ലാം ചെയ്യുകയാണ് നല്ലതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത്രല്ലേ പറഞ്ഞോളൂ. അത് കേട്ട് ചേരമാൻ പെരുമാള്, ഇത് ആ ദേവിയുടെ മായാവൈഭവം കൊണ്ടാണെങ്കിൽ നമുക്കിപ്പോൾ കണ്ണു കാണാറാകട്ടെ. അങ്ങനെ ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ
കാണാവുന്ന ദേശമെല്ലാം ആ ദേവിക്ക് കൊടുത്തേക്കാം എന്ന് രാജാവ് പറഞ്ഞു. അവിടെ വേണ്ടുന്നതെല്ലാം നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഉടനെ മഞ്ഞ് മാറുകയും ചെയ്തു. എല്ലാവർക്കും കാണുകയും ചെയ്തു. ഉടനെ ചേരമാൻ പെരുമാൾ ആ ദേശമെല്ലാം ആ ദേവിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതായി പറയുകയും എന്നിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. മഞ്ഞ് നിറഞ്ഞ ആ പ്രദേശത്തിന് മഞ്ഞൂര് എന്ന നാമം സിദ്ധിച്ചു. അത് ക്രമേണ മാഞ്ഞൂർ ആയിത്തീർന്നു. മാഞ്ഞൂർ എന്ന് പറയുന്ന ദേശമെല്ലാം ഇപ്പോഴും കുമാരനല്ലൂർ ഭഗവതിയുടെ വകയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് വേറെ ആർക്കും കിട്ടൂല. ചേരമാൻ പെരുമാൾ ദേവി സാന്നിധ്യം ഉണ്ടായ ആ സ്ഥലത്ത് മടങ്ങിയെത്തി. ഇവിടെ ദേവീ പ്രതിഷ്ഠ തന്നെ കഴിപ്പിക്കാമെന്ന് നിശ്ചയിച്ചതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ട് താമസിച്ച് ഇവിടെ പ്രതിഷ്ഠിപ്പിക്കുവാനായി ഉണ്ടാക്കി വെച്ച സുബ്രഹ്മണ്യ വിഗ്രഹം എന്ത് ചെയ്തു? ചേരമാൻ പെരുമാൾ ഉദയനാപുരത്തേക്ക് കൊടുത്തയച്ചു. അത് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ഉദയനാപുരത്ത് പ്രതിഷ്ഠിപ്പിക്കുന്നതിനും അവിടെ പ്രതിഷ്ഠിപ്പിക്കുന്നതിനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദേവീ വിഗ്രഹം ഇങ്ങോട്ട് കൊടുത്തയക്കുന്നതിനും പ്രതിപുരുഷന്മാരെ ചട്ടം കെട്ടി അയക്കുകയും ചെയ്തു. ഉദയനാപുരത്തുണ്ടാക്കി വെച്ചിരുന്ന ദേവീ വിഗ്രഹം സമയത്തിന് വന്നു ചേരുകയില്ലെന്ന് മുഹൂർത്ത ദിവസം അടുത്തപ്പോൾ അറിവ് കിട്ടി. അതുകൊണ്ട് ചേരമാൻ പെരുമാൾ എന്ത് ചെയ്തു? വളരെ വ്യസനമായി, സങ്കടമായി. വേറെ ഒരു വിഗ്രഹം പണിയിക്കുന്നതിന് മാത്രം ദിവസവുമില്ല. ഈ മുഹൂർത്തത്തിന് പ്രതിഷ്ഠ കഴിപ്പിക്കാഞ്ഞാൽ വളരെ മുതൽ നഷ്ടവും വരും, നാണക്കേടും ഉണ്ടാവുമല്ലോ. ഇത്ര നല്ലതായ ഒരു ശുഭമുഹൂർത്തം പിന്നെ ഉണ്ടാകാനും അത്ര എളുപ്പമല്ല. അകപ്പാട് വിചാരിച്ചിട്ട് ചേരമാൻ പെരുമാൾ ഏറ്റവും വിഷണ്ണനായി തീർന്നു. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയ സമയം ചേരമാൻ പെരുമാൾ ഒട്ടും വ്യസനിക്കണ്ടട്ടാ, ഇവിടെ നിന്ന് 2 നാഴിക വടക്ക് കിഴക്കായിട്ടുള്ള മൂലയിൽ ഒരു കിണറ്റിൽ എൻ്റെ ഒരു ബിംബം കിടക്കുന്നുണ്ട്, അതെടുത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠ കഴിപ്പിച്ചാൽ മതി എന്ന് ആരോ തൻ്റെ അടുക്കൽ വന്നു പറഞ്ഞതായൊരു സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഇത് വാസ്തവമാണോ എന്നറിയാമല്ല, അതിന് പോയി. ചേരമാൻ പെരുമാൾ വളരെ ആളുകളോടുകൂടി ആ മലയിലേക്ക് പോയി. അവിടെ എല്ലാം വലിയ കാടായിരുന്നു. ആ കാടെല്ലാം വെട്ടി തെളിപ്പിച്ച് നോക്കി എന്നപ്പോൾ ഒരു കിണർ കണ്ടു. ആ കിണറിൽ ആളെ ഇറക്കി നോക്കിയപ്പോൾ യാതൊരു കേടുമില്ലാത്തതും ഏറ്റവും വിശേഷപ്പെട്ടതും ലക്ഷണമൊത്തതുമായ ഒരു ബിംബം കണ്ടുകിട്ടുകയും ചെയ്തു. ചേരമാൻ പെരുമാൾ അത് അടുപ്പിച്ച് കൊണ്ടുവന്നു. നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ യഥാവിധി പ്രതിഷ്ഠ കഴിപ്പിക്കുകയും കുമാരസ്വാമിയെ പ്രതിഷ്ഠിക്കുന്നതിനായി പണി കഴിപ്പിച്ചിരുന്ന ആ ക്ഷേത്രത്തിന് മുൻ നിശ്ചയപ്രകാരം കുമാരനല്ലൂർ എന്നുള്ള പേര് തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ചേരമാൻ പെരുമാൾ മാഞ്ഞൂർ ദേശം വിട്ടുകൊടുത്തതിന് പുറമെ അവിടെ നിത്യനിദാനം, മാസവിശേഷം, മാട്ടവിശേഷം മുതലായ അവയ്ക്കെല്ലാം വേണ്ടുന്ന വസ്തുവകകൾ വെച്ചു കൊടുക്കുകയും പതിവുകൾ നിശ്ചയിക്കുകയും ചെയ്തതിന് ശേഷം ആ ദേവസ്വം ആ ദേശക്കാരായ ചില നമ്പൂതിരിമാർക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതൊരു ഊരാൺമ ക്ഷേത്രമായി തീർന്നു. ചേരമാൻ പെരുമാൾ കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ തുലാമാസത്തിൽ രോഹിണി മുതൽ വൃശ്ചിക മാസത്തിൽ രോഹിണി വരെ 28 ദിവസത്തെ ഉത്സവമാണ് നിശ്ചയിച്ചിരുന്നത്. ആ ക്ഷേത്രം ഊരാൺമക്കാരുടെ വകയായി തീർന്നിട്ടും വളരെ കാലം അങ്ങനെ തന്നെ നടന്നിരുന്നു. പിന്നീട് അത് കുറച്ച് വൃശ്ചിക മാസത്തിൽ കാർത്തിക 9-ാം ഉത്സവം ആകത്തക്കവണ്ണം 10 ദിവസത്തെ ഉത്സവം മതി നിശ്ചയിച്ചു. ഇപ്പോഴും അപ്രകാരം നടന്നു വരുന്നു. ദേവിയുടെ മാഹാത്മ്യവും ശക്തിയും കൊണ്ട് കാലക്രമേണ അവിടെ വസ്തുവകകൾ വളരെ 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 വർദ്ധിച്ചു. ഇപ്പോഴും ആ ദേവസ്വത്തിൽ അഭിവൃദ്ധി അല്ലാതെ ഒട്ടും ക്ഷയമുണ്ടാകുന്നില്ല. സ്ത്രീനായകത്വം സർവത്ര ദോഷകരമാണെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ കുമാരനല്ലൂർ അത് വളരെ ഗുണപ്രദമായിട്ടാണ് കണ്ടുവരുന്നത്. ആ ഭഗവതിയുടെ മാഹാത്മ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വളരെ പറയാനുണ്ട്. ഇപ്പോഴും ദേവീ സാന്നിധ്യം ഇവിടെ വിളങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതാണ് കുമാരനല്ലൂർ കാത്യായനി. ദേവിയോടുകൂടി മധുരയിൽ നിന്ന് പോന്ന ബ്രാഹ്മണന്റെ വംശജന്മാർ ഇപ്പോഴും കുമാരനല്ലൂരുണ്ട്. അവരുടെ ഇല്ലപ്പേര് മധുര എന്നും അവിടെയുള്ളവരെ മധുര നമ്പൂരിമാർ എന്നുമാണ് പറഞ്ഞു വരുന്നത്. അതാണ് ദേവി മാഹാത്മ്യം. ഈ കുമാരനല്ലൂർ കാത്യായനിയുടെ മഹത്വമാണ് വർണ്ണിച്ചത്. ബാക്കി എന്തെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ നാളെ പറയാം. ഇന്നത്തെ ഭാഗം ദേവീപാദങ്ങൾ സമർപ്പിച്ചു. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സമർപ്പയാമി.